ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ഓൺലൈൻ തട്ടിപ്പിന് ഇരയാവുന്നവരുടെ എണ്ണം ജില്ലയിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്നു. മുംബൈ പോലീസാണെന്ന് വ്യാജേന ഫോൺ വിളി വന്നപ്പോൾ വിശ്വസിച്ച് സന്ദേശത്തിൽ പറഞ്ഞതനുസരിച്ച് ചെയ്ത മട്ടന്നൂർ സ്വദേശിക്ക് നഷ്ടമായത് 3,54,478 രൂപ. അജ്ഞാത ഫോൺ വിളികളും മെസ്സേജുകളും കണ്ണടച്ച് വിശ്വസിക്കുന്ന പൊട്ടന്മാരാണോ ഇവരൊക്കെയെന്നാണ് വിമർശനം ഉയരുന്നത്. പരാതിക്കാരന്റെ പേരിൽ ഒരു കൊറിയർ ഇറാനിലേക്ക് അയച്ചിട്ടുണ്ടെന്നും അതിൽ നിങ്ങളുടെ പേരിലുള്ള കാലാവധി കഴിഞ്ഞ പാസ്പോർട്ട്, ക്രെഡിറ്റ് കാർഡ്, മാരക മയക്കുമരുന്നായ MDMA എന്നിവ അയച്ചിട്ടുണ്ടെന്നും പറഞ്ഞാണ് മുംബൈ പോലീസിൽ നിന്ന് പരിചയപ്പെടുത്തി വിളിയെത്തിയത്. ഫോൺ വിളിക്കിടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ആവശ്യപ്പെടുകയും പരാതിക്കാരന്റെ അക്കൗണ്ടിലെ പണം RBI വെരിഫിക്കേഷന് വേണ്ടി അയാൾ പറയുന്ന അക്കൗണ്ടിലേക്ക് അയച്ചു നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അത് വിശ്വസിച്ച പരാതിക്കാരൻ 3,54,478 രൂപ പറഞ്ഞ അക്കൗണ്ടിലേക്ക് നൽകുകയായിരുന്നു. പിന്നീട് ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. മറ്റൊരു പരാതിയിൽ തലശ്ശേരി സ്വദേശിക്ക് 2,800 രൂപ നഷ്ടപ്പെട്ടു. ഫേസ്ബുക്കിൽ പേഴ്സണൽ ലോണിനായുള്ള പരസ്യം കണ്ട് വാട്സാപ്പ് വഴി ബന്ധപ്പെടുകയും തുടർന്ന് പ്രോസസ്സിംഗ് ചാർജായി പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പരാതിക്കാരൻ 2,800 രൂപ നൽകുകയായിരുന്നു. എന്നാൽ ആവശ്യപ്പെട്ട ലോൺ ലഭിച്ചുമില്ല. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടതും കസ്റ്റമർ കെയർ നമ്പർ ഗൂഗിൾ സെർച്ച് ചെയ്ത് വിളിക്കുകയോ അജ്ഞാത നമ്പറിൽ നിന്ന് വിളിച്ച് ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യപ്പെടുകയോ ലിങ്കിൽ കയറാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കണമെന്നും സൈബർ പോലീസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.